the length of the sides of a right angled triangle are 2x minus 1, 2x and 2x plus 1. Find x and hence the area of triangle. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനകത്തെ ഏറ്റവും വലിയ സൈഡ് ഏതായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് സൈഡ് ആയിരിക്കും. അതായത് 90 ഡിഗ്രിയുടെ ഏറ്റവും വലിയ സൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. അപ്പോൾ അത് ഇതിനകത്ത് ഏതാ വലുതെന്ന് നോക്കിയിട്ട് അത് ഫിക്സ് ചെയ്താൽ മതി. നമുക്ക് തോന്നിയ രീതിയിൽ എന്ത് ചെയ്യാൻ പാടില്ല, തോന്നിയ രീതിയിൽ കൊടുക്കാൻ പാടില്ല. അങ്ങനൊരു ഇത് അതിനകത്തുണ്ട്, ശരിയല്ലേ? അതാ നമുക്ക് എന്താണ് ചെറിയൊരു വേരിയേഷൻ വന്നത്. അപ്പോൾ എപ്പോഴും ആലോചിച്ചോണം, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനകത്ത് ഏറ്റവും വലിയ സൈഡിനെ നമ്മൾ എന്തെന്ന് പറയും? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയും. ഇവിടെ 2x ആണോ 2x മൈനസ് 1 ആണോ 2x പ്ലസ് 1 ആണോ ഏറ്റവും വലുത്? 2x പ്ലസ് 1. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് ഫിക്സ് ചെയ്യണം, 2x പ്ലസ് 1. നിരഞ്ജന് മനസ്സിലായോ മോനെ? ഓക്കെ, പിന്നീട് ബാക്കി നിങ്ങൾ എന്ത് വേണം ചെയ്താലും കുഴപ്പമില്ല. എന്തുവാ? 2xനെ ബേസ് ആക്കിയോ 2x മൈനസ് ബേസ് ആക്കിയോ എന്ത് വേണം ചെയ്താൽ അതൊന്നും പ്രശ്നമില്ല. കാരണം നീളവും ബേസും ഒക്കെ കൂടുകയോ കുറയോ ഒക്കെ ചെയ്യാം. പക്ഷേ ഹൈപ്പോട്ടന്യൂസ് യു ഹാവ് ടു ഫിക്സ് ആസ് ദ ലോങ് ലെങ്തിയസ്റ്റ് സൈഡായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം. ഓക്കെ ആണല്ലോ? അതാണ് അതിനകത്തെ സാധനം. മനസ്സിലായോ? ഓക്കെ, അപ്പം കണ്ടോ എങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ് അവർ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം നോക്കിയോ, ഇത് 2x കൊടുക്കാം, ഇത് നമുക്ക് 2x മൈനസ് 1 കൊടുക്കാം. ഇനി എന്ത് ചെയ്യാം? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ബൈ പൈതഗോറസ് തിയറം, പൈതഗോറസ് തിയറം നമുക്കിങ്ങനെ എഴുതാം. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് എന്തെന്ന് എഴുതാം? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 2x പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും? 2x സ്ക്വയർ പ്ലസ് എത്ര? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര? 2x മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2x ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2x ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇവിടെ 4x സ്ക്വയർ നോക്കാം. ഇവിടെ 2x ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2x ഇൻറ്റു 1 പ്ലസ് എന്താക്കാം? പ്ലസ് 1 സ്ക്വയർ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 1 ഈക്വൽ ടു 4x സ്ക്വയർ പ്ലസ് 4x സ്ക്വയർ പ്ലസ് 4x പ്ലസ് എന്താണ്? 1 എന്ന് വരും. ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെയാണെങ്കിൽ നമുക്ക് 4x സ്ക്വയർ ഓരോന്ന് പോയി. ബാക്കി കാരണം ഇങ്ങോട്ട് വരുമ്പോൾ പോകുമല്ലോ, 4xും ഓരോന്ന് പോയി. അങ്ങനെയാണെങ്കിൽ ബാക്കി നമുക്ക് എന്താ വരിക? വീണ്ടും ഒന്ന് തന്നെ വന്നു. രണ്ടും പ്ലസ് ആണല്ലോ ചോദിച്ചാൽ, ഇവിടെ പറഞ്ഞ മൈനസ് ആണല്ലോ, ഇവിടെ മൈനസ്, ശരിയല്ലേ? ഓക്കെ, ഇത് മൈനസ് 4x ആണ്. ഓക്കെ ആണല്ലോ? അപ്പം ഈ 4x വെട്ടിക്കളയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്താ? ഈ മൈനസ് 4x ഇപ്പുറത്ത് വരുമ്പോൾ എത്രയാവും? പ്ലസ് 4x ആവത്തില്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 2 x 2 ആണല്ലോ. വീണ്ടും എന്തൊരു ഇവിടെ നമുക്ക് 4x പ്ലസ് 4x 4x പ്ലസ് 4x എന്ന് എഴുതാം ഈസ് ഈക്വൽ ടു ഇവിടെ വരുന്ന സമയത്ത് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പം ഇത് എ സ്ക്വയർ പ്ലസ് ഇത് എഴുതി ഇവിടെ ഒരു 4x സ്ക്വയർ നിലനിൽക്കുന്നില്ലേ? ഈ 4x ഇവിടെ ഒരു 4x സ്ക്വയർ ഉണ്ടല്ലോ, ഇല്ലേ? ശരിയല്ലേ? ഓക്കെ, അപ്പം ഈ 1 ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എന്താ? ഇവിടെ ഒരു പ്ലസ് 1 മൈനസ് 1 വരും, അതങ്ങ് പോകും, ഇല്ലേ? ഇത് രണ്ടും അങ്ങ് പോയി, ശരിയല്ലേ? ബാക്കി 8x ഈസിക്കൽ എന്തെന്ന് വരും? 8x ഈസിക്കൽ എന്ത് വരും? 4x സ്ക്വയർ എന്ന് വരും. ഓരോ എക്സും വെട്ടിക്കളഞ്ഞു, ഇല്ലേ? ബാക്കി നമുക്ക് എന്താ? 8 ഈസിക്കൽ ടു 4x എന്ന് വരുന്നു. അവിടെ നിന്ന് 8/4 ഈസിക്കൽ എത്രയാണ്? x എന്ന് വരുന്നു. x ഈസിക്കൽ എത്രയാണ്? 2 എന്ന് വരുന്നു.
ഇനി നമുക്ക് ലെങ്തിനകത്തും ബ്രെഡ്ത്തിനകത്തും എല്ലാം കൊണ്ട് ഇട്ട് കൊടുക്കാം. നമുക്കറിയാം 2x - 1 എന്ന് വരുമ്പോൾ അത് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്തായിട്ട് മാറും? 2 × 2 - 1, അതായത് 4 - 1 അത് 3. അതേപോലെ 2x + 1 നമുക്ക് എന്ത് ചെയ്യാം? 2 × 2 + 1 ആണ്, അതായത് 4 + 1 ആണ്, അത് 5. അതേപോലെ 2x നമുക്ക് എന്തെന്ന് എഴുതാം? 2 × 2, അതായത് 4. നമുക്കറിയാം ഇതിനകത്ത് നമ്മൾ ബേസ് ആയിട്ട് എടുത്ത 2x-നെയും ഓൾട്ടിറ്റ്യൂഡ് ആയിട്ട് എടുത്ത എന്താ 2x - 1-നെയുമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതില്ലോ, ഏരിയ = ½ × ബേസ് × ഹൈറ്റ്. ഇവിടെ ½ × ബേസ് 2x ആയിട്ട് എടുത്തത്, അത് 4. ഹൈറ്റ് എത്ര ആയിട്ട്? 2x - 1 ആയിട്ടാണ് എടുത്തത്, ശരിയല്ലേ? അപ്പോൾ എത്ര? 3. ഇത് രണ്ടും കട്ട് ചെയ്യും 2. 2 × 3 6. കണ്ടോ? ഇതായിരിക്കും. ഡൗട്ടുള്ളവർ ചോദിക്കണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 9.